ഇടുക്കിക്കാർക്കറിയാം മാരി ചതിക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു മാരി എന്ന് പറഞ്ഞാൽ ആരാ? അത് മഴയാണ്. മഴ ഞങ്ങളെ ചതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മഴ നിങ്ങളെ ചതിക്കില്ല, പക്ഷെ നിങ്ങൾ മഴയെ ചതിക്കും. ഭയങ്കര കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞു. വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു. ഒരു ദിവസം ഇതേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മറ്റൊരു വേദിയിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ കൈ പിടിച്ച് കുലുക്കി പറഞ്ഞു, സാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. കേരളത്തിൽ മഴ വല്ലാതെ കളിക്കുകയാണ്. മഴ കളിക്കുന്ന നാട്ടിൽ തുടർച്ചയായി മഴയും തുടർച്ചയായി മഴ കഴിഞ്ഞാൽ വേനലിൽ വന്ന് വലിയ വലിയ രൂപത്തിലേക്കുള്ള മഴയുടെ വെള്ളമില്ലാത്ത എന്തായാലും വരൾച്ചയിലേക്കും പോയാൽ വേനലിലേക്കും പോയാൽ ആ നാടിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ്റെ ശരീരം പോലെയാണ് ഭൂമിയും. നമ്മൾ ഉച്ഛ്വാസവായു എടുക്കുന്നത് പോലെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ, ബാത്റൂമിൽ പോകുന്ന പോലെ, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഒരു മനുഷ്യൻ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ഭൂമി. വേസ്റ്റ് എല്ലാം കൊണ്ട് കടലിൽ തള്ളുന്നു. വേസ്റ്റ് എല്ലാം അതുപോലെ തന്നെ വേസ്റ്റിനെ ശുദ്ധീകരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണശാല ഈ നമ്മുടെ ഭൂമിയാണ്. എന്ത് വേസ്റ്റ് നമ്മൾ ഭൂമിയിൽ ഇടുമ്പോഴും അതിനെ പ്ലാസ്റ്റിക് പോലുള്ളവ ഒഴിച്ച് മറ്റ് വേസ്റ്റുകളെല്ലാം മാലിന്യത്തെ അതിനെ പല രൂപത്തിലേക്ക് മാറ്റി ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സൊക്കെ ഇവിടെ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ ഭൂമിയിൽ കേരളത്തിൽ 120 ദിവസമാണ് മഴ ശക്തമായി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ രീതി മാറി. കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് വലിയ മഴ. ഇതാണ് പുതിയ മഴ.